ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലായിടത്തും മഴയുടെ ദിവസമാണ്. മഴ നന്നായി തന്നെ പെയ്യട്ടെ അല്ലേ. കാലേ വർഷതു പർജന്യ പൃഥ്വി സസ്യശാലിനി. നന്നായി പെയ്യട്ടെ, ആപത്തുകളൊന്നും ഇല്ലാതെ നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവ യത്കൃപാതമഹം വന്ദേ. ഭാവരുണേന്ദ്രരുദ്രമരുദഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ കഴിഞ്ഞ അധ്യായം ഭഗവാന്റെ ദാമ്പത്യവും ഭഗവാന്റെ പുത്രന്മാരുടെ പ്രമുഖരുടെ എല്ലാം പേരുകളും അതിനുശേഷം പ്രദ്യുമ്നനും രുക്മവതിയുമായിട്ടുള്ള വിവാഹം, അനിരുദ്ധനും രോചനയുമായിട്ടുള്ള വിവാഹം, രുഗ്മിവധം, ഇത്രയും കാര്യങ്ങളായിരുന്നു 61-ാം അധ്യായത്തിൽ കണ്ടത്. നമ്മൾ തുടരുകയാണ് 62-ാം അധ്യായം. 62-ാം അധ്യായത്തിൽ ഭഗവാന്റെ പൗത്രനായ അനിരുദ്ധന്റെ മറ്റൊരു വിവാഹം മഹാബലിയുടെ പൗത്രിയായ ഉഷയുമായിട്ട് നടക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച കഥയാണ് ഉഷാ അനിരുദ്ധം എന്ന് പറയുന്ന കഥ. ബാണാസുരന്റെ മകളാണ് ഉഷ. മഹാശിവഭക്തനാണ് ബാണാസുരൻ. പക്ഷേ ശിവഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് ശക്തനായിത്തീർന്ന ബാണാസുരൻ ഗർവിതനായിത്തീർന്നു. മഹാദേവനെ തന്നെ യുദ്ധത്തിൽ വെല്ലുവിളിക്കുന്ന പോലെ അദ്ദേഹം തൻ്റെ അഹങ്കാരം പ്രകടിപ്പിച്ചു. അതിന് മഹാദേവൻ ഒരു പ്രതിവചനം ചെയ്തതൊരു ശാപവചനം പോലെയായിരുന്നു. നിന്റെ അഹങ്കാരം അല്ലെങ്കിൽ നിന്റെ കൈത്തരിപ്പ് മാറ്റാൻ നിന്റെ ശത്രു അധികം താമസിയാതെ വരും എന്ന് പറഞ്ഞു. ആ ശത്രു ആരായിരുന്നു? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. ആ ഭഗവാന്റെ കൈകൾ കൊണ്ട് ബാണാസുരന്റെ 1000 കൈകളുണ്ടായിരുന്നതിൽ 996 കൈകളും ഛേദിക്കപ്പെടുന്നു. അതോടുകൂടി ബാണന്റെ അഹങ്കാരം ശമിക്കുന്നു. ബാണൻ ഭക്തനായി തീരുന്നു. ആ ബാണന്റെ പുത്രിയായ ഉഷയെ ഭഗവാന്റെ പൗത്രനായ അനിരുദ്ധന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന കഥയാണ്. കുറച്ച് വിശദീകരിച്ച് തന്നെയാണ്. 2 അധ്യായങ്ങളിലൂടെയാണ് ഈ കഥ വർണ്ണിക്കുന്നത്. 62, 63 2 അധ്യായങ്ങളിലൂടെയാണ്. 62-ാം അധ്യായത്തിൽ 35 ശ്ലോകങ്ങളും 63-ാം അധ്യായത്തിൽ 53 ശ്ലോകങ്ങളുമായിട്ട് 88 ശ്ലോകങ്ങൾ ഈ ഉഷാനിരുദ്ധം കഥയുണ്ട്. നമുക്കാദ്യം 62-ാം അധ്യായം വായിക്കാം. കഥയുടെ തുടക്കം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിഷഷ്ടിതമോऽധ്യായഃ. രാജോവാച ബാണസ്യ തനയാം ഊഷാം ഉപയേമേ യദുത്തമഃ തത്ര യുദ്ധമഭൂദ്ഘോരം ഹരിശങ്കരയോർമഹത്. ഏതൽ സർവം മഹായോഗിൻ സമാഖ്യാതും ത്വമർഹസി. ശ്രീശുക ഉവാച ബാണപുത്രശതജ്യേഷ്ഠോ ബലേർ ആസീത് മഹാത്മനഃ യേന വാമനരൂപായ ഹരയേദായി മേദിനി. തസ്യൗരസസുതോ ബാണഃ ശിവഭക്തിരതഃ സദാ മാന്യോ വദാന്യോ ധീമാംശ്ച സത്യസന്ധോ ദൃഢവ്രതഃ. ശോണിതാഖ്യേ പുരേ രമ്യേ സരാജ്യം അകരോത് പുരാ. തസ്യ ശംഭോഃ പ്രസാദേന കിങ്കരാ ഇവ തേ അമരാഃ. സഹസ്രബാഹുർവാദ്യേന താണ്ഡവേ അതോഷയത് ഭഗവാൻ സർവഭൂതേശഃ ശരണ്യോ ഭക്തവത്സലഃ. വരേണ ഛന്ദയാമാസ സതം വവ്രേ പുരാധിപം. സ ഏകദാഹ ഗിരിശം പാർശ്വസ്ഥം വീര്യദുർമദഃ. കിരീടേനാർക്കവർണേന സംസ്പൃശൻ തത്പദാംബുജം.
നമസ്യേ ത്വാം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം പുംസാം അപൂർണകാമാനാം കാമപൂരാമരാംഗ്രിപം ദോസഹസ്രം ത്വയാ ദത്തം പരം ഭാരായ മേ ഭവത് ത്രിലോക്യാം പ്രതിയോദ്ധാരം ന ലഭേ ത്വധൃതേ സമം കണ്ടൂത്യാ നിവൃതൈർദോർഭിഃ യുയുത്സുർദിഗ്ഗജാൻ അഹം ആദ്യായാം ചൂർണയൻ അദ്രീൻ ഭീതാസ്തേപി പ്രതുദ്രുവുഃ തച്ഛ്രുത്വാ ഭഗവാൻ ക്രുദ്ധഃ കേതുസ്തേ ഭജ്യതേ യദാ ത്വദ്ദർപ്പഘ്നം ഭവേന്മൂഢ സംയുഗം മത്സമേന തേ ഇത്യുക്തഃ കുമതിർഹൃഷ്ടഃ സ്വഗൃഹം പ്രാവിശൻ നൃപ പ്രതീക്ഷൻ ഗിരിശാദേശം സ്വവീര്യനശനം കുതീഃ തസ്യോഷാ നാമ ദുഹിതാ സ്വപ്നേ പ്രാദ്യുമ്നിനാരതിം കന്യാലപദ കാന്തേന പ്രാഗദൃഷ്ടശ്രുതേന സാ തത്ര തം അപശ്യന്തി ക്വാസി കാന്തേതി വാദിനി സഖീനാം മധ്യ ഉത്തസ്ഥൗ വിഹ്വലാ വ്രീഡിതാ വൃശം ബാണസ്യ മന്ത്രീ കുംഭാണ്ഡഃ ചിത്രലേഖാ ച തൽസുതാ സഖീ അപൃച്ഛത് സഖീം ഊഷാം കൗതൂഹലസമന്വിതാം കാ ത്വം മൃഗയസേ സുബ്രൂഃ കീദൃശസ്തേ മനോരഥഃ ഹസ്തഗ്രാഹം ന തേദ്യാപി രാജപുത്രി ഉപലക്ഷയേ ഊഷോവാച ദൃഷ്ടഃ കശ്ചിന്നരഃ സ്വപ്നേ ശ്യാമഃ കമലലോചനഃ പീതവാസാ ബൃഹദ്ബാഹുഃ യോഷിതാം ഹൃദയംഗമഃ തമഹം മൃഗയേ കാന്തം പായയിത്വാധരം മധു ക്വാപി യാദസ്പൃഹയതീം ക്ഷിപ്ത്വാ മാം വൃജിനാർണവേ ചിത്രലേഖാ ഉവാച വ്യസനം തേ അപകർഷാമി ത്രിലോക്യാം യദി ഭാവ്യത്തെ തമാനേഷ്യേ നരം യസ്തേ മനോഹർത്താ തമാദിശ ഇത്യുക്ത്വാ ദേവഗന്ധർവസിദ്ധചാരണ പന്നഗാൻ ദൈത്യവിദ്യാധരാൻ യക്ഷാൻ മനുജാംശ്ച യഥാലിഖത് മനുജേഷു ച സാ വൃഷ്ണീം ശൂരം ആനഗദുന്ദുബിം വ്യലിഖത് രാമകൃഷ്ണൗ ച പ്രദ്യുമ്നം വീക്ഷ്യ ലജ്ജിതാ അനിരുദ്ധം വിലിഖിതം വീക്ഷ്യ ഉഷാ അവാങ്മുഖീഹ്രിയാ സോസൗ അസൗ ഇതി പ്രാഹ സ്മയമാനാ മഹീപതേ ചിത്രലേഖാതമാജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യയൗ വിഹായ സാ രാജൻ ദ്വാരകാം കൃഷ്ണപാലിതാം തത്ര സുപ്തം സുപര്യങ്കേ പ്രാദ്യുമ്നിം യോഗമാസ്ഥിത ഗൃഹീത്വാ ശോണിതപുരം സഖ്യൈ പ്രിയം അദർശയത് സാ ച തം സുന്ദരവരം വിലോക്യ മുദിതാനന ദുഷ്പ്രേക്ഷ്യ സ്വഗൃഹേ പുംഭിഃ രേമേ പ്രാദ്യുമ്നിനാ സമം പരാർദ്യവാസസ്രഗന്ധധൂപദീപാസനാദിഭിഃ പാനഭോജനഭക്ഷ്യൈശ്ച വാക്യൈः ശുശ്രൂഷയാർച്ചിതഃ ഗൂഢഃ കന്യാപുരേ ശശ്വത്പ്രവൃദ്ധസ്നേഹയാ തയാ നാഹർഗണാൻ स बुबुधे ഊഷയാ ബഹൃതേന്ദ്രിയഃ താം തദാ യദുവീരേണ ഭുജ്യമാനാം ഹതവ്രതാം ഹേതുഭിർലക്ഷയാൻ ചക്രുഃ ആപ്രീതാം ദുരവച്ഛതൈഃ ഭടാ ആവേദയാൻ ചക്രുഃ രാജൻ തേ ദുഹിതുർവയം വിചേഷ്ടിതം ലക്ഷയാമഃ കന്യായാ കുലദൂഷണം അനപായിഭിരസ്മാഭിഃ ഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ കന്യായാ ദൂഷണം തുംഭിഃ ദുഷ്പ്രേക്ഷായാ ന വിദ്മഹേ തതഃ പ്രവ്യതിതോ ബാണോ ദുഹിതുഃ ശ്രുതദൂഷണഃ ത്വരിതഃ കന്യകാഗാരം പ്രാപ്തോ അദ്രാക്ഷീദ്യദുദ്വുഹം കാമാത്മജം തംബുവനൈകസുന്ദരം ശ്യാമം പിശങ്കാംബരമംബുജേക്ഷണം ബൃഹദ്ഭുജം കുണ്ടലകുന്തളത്വിഷാ സ്മിതാവലോകേന ച മണ്ഡിതാനനം ദിവ്യന്തമക്ഷൈഃ പ്രിയയാഭിനം നൃമ്ണയാം
തദംഗസംഗസ്തനകുങ്കുമസ്രജം ബാഹ്വോർദധാനം മധുമല്ലികാശ്രിതാം തസ്യാഗ്ര ആസീനമവേക്ഷ്യ വിസ്മിതഃ സതം പ്രവിഷ്ടം മൃതമാദദായി ബിർബടൈരനീകൈരവലോക്യ മാധവഃ ഉദ്യമ്യ മൗർവം പരിഗമ്യവസ്ഥിതോ യദാന്തകോ ദണ്ഡധരോ ജിഗാംസയാ ജിഗൃക്ഷയാ താൻ പരിതസ് പ്രസർപ്പതഃ ശുനോ യദാ സൂകരയൂതപോഹനത് തേ ഹന്യമാനാ ഭുവനാദ്വിനിർഗതാ നിർഭിന്നമൂർധോരുഭുജാ പ്രദുദ്രുവുഃ തം നാഗപാശൈർബലിനന്ദനോ ബലീ ഗ്നന്ദം സ്വസൈന്യം കുപിതോ ബബന്ധഃ ഊഷാഭൃശം ശോകവിഷാദവിഹ്വലാ ബദ്ധം നിശമ്യാശ്രുകലാക്ഷരൗദിശീത്. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധബന്ധോ നാമ ദ്വിഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ദീർഘത്തിലും പ്രയോഗിക്കാം, ഹ്രസ്വത്തിലും പ്രയോഗിക്കാം. ഇവിടെ ഊഷ 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 എന്ന് ദീർഘത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഉഷ തന്നെയാണ് ഊഷ. അതുകൊണ്ട് ഉഷമാരൊന്നും പേടിക്കണ്ട, ഞങ്ങളുടെ പേര് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഉഷയും ഊഷയും. പ്രഭാതം, പ്രകാശം, തേജസ്, ജ്യോതിസ് എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ്. അതെന്തായാലും നമുക്ക് കഥയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. 62-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദശമസ്കന്ധേ ദ്വിഷഷ്ടിതമോऽധ്യായഃ. രാജോവാച ബാണസ്യ തനയാം ഊഷാം ഉപയേമേ യദുത്തമഃ തത്ര യുദ്ധമഭൂത് ഘോരം ഹരിശങ്കരയോർമഹത് ഏതത് സർവം മഹായോഗിൻ സമാഖ്യാതും ത്വമർഹസി. രാജോവാച ബാണസ്യ തനയാം ഊഷാം ഉപയേമേ യദുത്തമഃ തത്ര യുദ്ധമഭൂത് ഘോരം ഹരിശങ്കരയോർമഹത് ഏതത് സർവം മഹായോഗിൻ സമാഖ്യാതും ത്വമർഹസി. രാജാ ഉവാച. പരീക്ഷിത്ത് രാജാവിന്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ ചോദ്യം? ശുകബ്രഹ്മർഷിയോട്, ശുകബ്രഹ്മർഷിയെ സംബോധന ചെയ്യുന്നത് മഹായോഗിൻ എന്നാണ് ഇവിടെ. അല്ലയോ യോഗേശ്വരനായ മഹായോഗീശ്വരനായ ശ്രീ ശുകബ്രഹ്മർഷിയെ, അങ്ങയ്ക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും വർത്തമാനത്തിലുള്ളതും എല്ലാം വ്യക്തമായി അറിയുന്ന ആളാണല്ലോ. അതുകൊണ്ട് ഏതൽ സർവം സമാഖ്യാതും ത്വമർഹസി. ഏതത് സർവം, ഈ മുഴുവനും, ഈ ഞാൻ ചോദിച്ചത് മുഴുവനും, സമാഖ്യാതും സമ്യകാഖ്യാതും നന്നായി ആഖ്യാനം ചെയ്യുവാൻ ത്വം അർഹസി അങ്ങ് യോഗ്യനായി ഭവിക്കുന്നു. യു ആർ ദ ഫിറ്റസ്റ്റ്. ഇത് പറയാൻ അർഹനായിട്ടുള്ള ആള് അങ്ങ് തന്നെയാണ്. യു ആർ ദ, എന്താ പറയുക, അപ്രോപ്രിയേറ്റ് പേഴ്സൺ. അപ്പൊ എന്താണ് എനിക്ക് അറിയേണ്ടത്?
ബാണസ്യ തനയാം ഊഷാം ഉപയേമേ യദുത്തമഃ തത്ര യുദ്ധം അഭൂത് ഘോരം ഹരിശങ്കരയോർ മഹത്. ഇതാണ് എനിക്ക് അറിയേണ്ടത്. ബാണസ്യ തനയാം ഊഷ, ബാണന്റെ പുത്രിയായ ഊഷയെ അഥവാ ഉഷയെ യദൂത്തമഃ ഉപയേമേ. ഇവിടെ യദൂത്തമഃ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അനിരുദ്ധ എന്നർത്ഥത്തിലാണ്. യദുവംശത്തിൽ വന്നിട്ടുള്ള വസുദേവൻ യദൂത്തമനാണ്, ബലരാമൻ യദൂത്തമനാണ്, ശ്രീകൃഷ്ണൻ യദൂത്തമനാണ്, പ്രദ്യുമ്നൻ യദൂത്തമനാണ്. ഇവരൊക്കെ യദൂത്തമന്മാർ തന്നെയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് അനിരുദ്ധ എന്നർത്ഥം. അപ്പോൾ യദുശ്രേഷ്ഠനായ അനിരുദ്ധൻ ഉപയമേ, ഉപയമിച്ചു, പരിണയം ചെയ്തു. തത്ര, അവിടെ വെച്ച്, ആ വിഷയത്തിൽ, ആ വിവാഹ സന്ദർഭത്തിൽ ഹരിശങ്കരയോഹോ ഘോരം മഹത് യുദ്ധം അഭൂത്. ഹരിശങ്കരയോഹോ, ഹരേഹേ ശങ്കരസ്യ ച, ഹരിയും ശങ്കരനും തമ്മിൽ, അതാണ് ഹരിശങ്കരയോഹോ ദ്വിവചനം. പിരിച്ചു കഴിഞ്ഞാൽ ഹരേഹെ, ഹരിയും ശങ്കരസ്യ, ശങ്കരനും തമ്മിൽ എന്നർത്ഥത്തിൽ. അപ്പോ ആ വിവാഹം പറയേണ്ടതല്ലേ? മക്കളുടെ, എല്ലാ മക്കളുടെയും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാ പൗത്രന്മാരുടെയും വിവാഹത്തെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെന്തിനാപ്പോ അനിരുദ്ധന്റെ വിവാഹം ഒന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ രണ്ടാമത്തതെയും പറയേണ്ടത് എന്തിനാണ് എന്നാണെങ്കിൽ, ഇവിടെ അനിരുദ്ധ വിവാഹമല്ല വിഷയം. ഇതിലൂടെയുള്ള ഭഗവാന്റെ ആ ഒരു ഐശ്വര്യം എന്നുള്ള ഗുണത്തെ എടുത്തു കാണിക്കലാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. അല്ലേ? ആ ഭഗവാൻ എന്നുള്ള 6 ഭഗങ്ങളുടെ പരിപൂർണത സമഗ്രം ആരിലാണോ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യസ്യ സമഗ്രസ്യ, സമഗ്രമായ ഐശ്വര്യം, പരിപൂർണമായ ഐശ്വര്യം ആരിലുണ്ടോ സവാച്യോ ഭഗവാനിതി. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങൾ ആരിൽ പരിപൂർണമായിട്ടുണ്ടോ, മറ്റുള്ളവരാൽ ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ട് അനിഷേധ്യമായിട്ടുള്ള ഐശ്വര്യം ആരിലാണോ ഉള്ളത്, അവനാണ് ഈശ്വര ശബ്ദവാച്യൻ. അതുപോലെ മറ്റു ഗുണങ്ങളൊക്കെ തികഞ്ഞാൽ അവൻ ഭഗവാൻ എന്ന ശബ്ദത്തിന് വാച്യൻ. ഇതാണ് വിഷയം. അപ്പോൾ ഐശ്വര്യം എന്നുള്ള ഭഗവാന്റെ ഈശ്വരീയതയെ, ഭഗവാന്റെ സർവാധിപത്യത്വത്തെ, സർവനിയന്ത്രിത്വത്തെ, ഈ ലോകത്തിന്റെ മുഴുവൻ ഈശ്വരൻ, നിയന്താവ് ഈ കൃഷ്ണൻ തന്നെയാണ് എന്ന് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ വിസ്തരിക്കുന്നത്. അല്ലാതെ അനിരുദ്ധ വിവാഹമല്ല ഇവിടുത്തെ മുഖ്യ വിഷയം. അനിരുദ്ധ വിവാഹം, അതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു എന്താ പറയുക, ആ കഥയിലാണ് ഇത് തെളിഞ്ഞു വരുന്നത് എന്ന് മാത്രം. അപ്പൊ ഭഗവാൻ മഹാദേവനെ ജയിക്കുന്ന ഒരു കഥയാണ് ഈ ശങ്കരനാരായണ യുദ്ധം. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു ചോദിച്ചത്. ഹരിശങ്കരയോർ മഹത് ഘോരം യുദ്ധമഭൂത്. ഹരിശങ്കരന്മാർ തമ്മിൽ മഹത്തായ ഘോരമായ യുദ്ധമുണ്ടായിയല്ലോ. അതിനെക്കുറിച്ച് വിസ്തരിക്കണം. അതെ, ഹരിശങ്കരന്മാർ തമ്മിൽ യുദ്ധമുണ്ടായി. ഹരി ശങ്കരനെ പരിപൂർണമായും പരാജയപ്പെടുത്തി തന്റെ ഐശ്വര്യത്തെ തെളിയിച്ചു. ഇതാണ് വിഷയം. അപ്പോൾ കഥയിലേക്ക് വരാം. ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയുന്നു. ശ്രീശുക ഉവാച ബാണ പുത്രശതജ്യേഷ്ഠോ ബലേരാസീത് മഹാത്മനഃ യേന വാമനരൂപായ ഹരയേദായി മേദിനി തസ്യ ഔരസസുതോ ബാണഃ ശിവഭക്തിരതഃ സദാ മാന്യോ വദാന്യോ ധീമാംശ്ച സത്യസന്ധോ ദൃഢവ്രതഃ. ശ്രീശുക ഉവാച ബാണഃ പുത്രശതജ്യേഷ്ഠോ ബലേരാസീത് മഹാത്മനഃ യേന വാമനരൂപായ ഹരയേദായി മേദിനി തസ്യ ഔരസസുതോ ബാണഃ
ശിവഭക്തിരതഃ സദാ മാന്യോ വദാന്യോ ധീമാംശ്ച സത്യസന്ധോ ദൃഢവ്രതഃ. അപ്പോൾ ഈ കഥയില് ബാണൻ എന്ന മഹാബലിപുത്രനെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് ബാണഃ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു ശ്രീ ശുകബ്രഹ്മർഷി. പുത്രശതജ്യേഷ്ഠഃ ബലേഃ ആസീത് മഹാത്മനഃ. മഹാത്മനഃ ബലേഃ, മഹാത്മാവായ ബലിയുടെ പുത്രശത ജ്യേഷ്ഠഃ ആസീത്, പുത്രശതങ്ങളിൽ ജ്യേഷ്ഠനായിരുന്നു ആര്? ബാണഃ. അപ്പൊ മഹാബലിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ആദ്യൻ ഒന്നാമനാണ് ബാണൻ എന്ന് പറയുകയാണ്. അപ്പൊ മഹാത്മാവായ ബലിയുടെ 100 പുത്രന്മാരിൽ ജ്യേഷ്ഠനായി ബാണൻ എന്നൊരാൾ ഉണ്ടായിരുന്നു. ആ മഹാത്മാവായ ബലിയെക്കുറിച്ച് ഒന്നുകൂടെ വിശേഷിപ്പിക്കുകയാണ്. ഏന വാമനരൂപായ ഹരയെ അദായി മേദിനി. ഏന എന്ന് പറഞ്ഞാൽ ഏതൊരു ബലിയാൽ, ഏന ബലിന വാമനരൂപായ ഹരയെ, വാമനരൂപനായ ഹരിക്കായിക്കൊണ്ട്, വാമനരൂപത്തിൽ വന്ന് യാചിച്ചതായിട്ടുള്ള ഹരിക്കായിക്കൊണ്ട് മേദിനി അതായി, മേദിനി ഭൂമിയെ അതായി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യപ്പെട്ടു എന്നർത്ഥം. ദാനം യച്ച് എന്നുള്ള ധാതുവാണ് പിന്നീട് ദാനം എന്നുള്ള രൂപത്തിലേക്ക് മാറി. അതിന്റെ ലിട്ടാണ് അത് ആയി, ദാനം ചെയ്യപ്പെട്ടു, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ മേദിനി അത് ആയി, മേദിനി നൽകപ്പെട്ടു, ദാനം ചെയ്യപ്പെട്ടു. അപ്പോൾ ആ വാമനന്, വാമനരൂപനായ ഭഗവാന് ഭൂമിയെ അളക്കാൻ കൊടുത്ത 3 അടി മണ്ണായി ചോദിച്ച് സർവവും അളന്നെടുത്ത വാമന ഭഗവാന് കൊടുത്തതായിട്ടുള്ള ആ മഹാബലിയുടെ ജ്യേഷ്ഠപുത്രനാണ് ബാണൻ എന്ന് പറഞ്ഞു വരികയാണ്. തസ്യ ഔരസസുതഃ ബാണഃ. തസ്യ ബലേഹെ ഔരസസുതഃ. ഔരസസുതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത് സ്വന്തം പുത്രൻ എന്ന് സൂചിപ്പിക്കുന്നതാണ്. പുത്രനായിട്ടുള്ള ബാണഃ സദാ ശിവഭക്തിരതഃ. അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നു. ഈ ബാണൻ സദാ ശിവഭക്തിരതഃ, എല്ലായ്പ്പോഴും ശിവഭക്തിയിൽ മുഴുകിയവനായിരുന്നു. മാന്യഃ, നല്ല എന്താ പറയുക, എല്ലാവരാലും ബഹുമാനിക്കത്തക്ക യോഗ്യതകളൊക്കെ ഉള്ള ആളാണ്, സദാചാരമൊക്കെ ഉള്ള ആളാണ്, മര്യാദക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും മാന്യനാണ്. വദാന്യഃ, വദാന്യൻ എന്ന് പറഞ്ഞാൽ ദാനശീലൻ, ദാനശീലനാണ്. നിത്യേന ധാരാളം ദാനം കൊടുക്കുന്നു. ആ അച്ഛന്റെ പാരമ്പര്യം നിലനിർത്തുന്നവനാണ് അല്ലേ. അച്ഛന്റെയും മുത്തച്ഛന്റെയും മുത്തച്ഛന്റെ അച്ഛന്റെയും എന്ന് പറഞ്ഞ പോലെ പ്രഹ്ലാദന്റെ, പുരോചനന്റെ, അല്ല പുരോചനം തന്നെയല്ലേ, ബലിയുടെ അച്ഛൻ, വിരോചനനോ പുരോചനോ കേട്ടോ, വിരോചനന്റെ അതുപോലെ മഹാബലിയുടെ എല്ലാം ദാനശീലം ഈ ആൾക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ ഒരു സംസ്കാരം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണോ അച്ഛന്മാരും മുത്തശ്ശന്മാരും ഒക്കെ എന്ത് കാണിച്ചു കൊടുക്കുന്നുവോ, അവരുടെ പേര് ഏത് ഗുണങ്ങളാൽ അറിയപ്പെടുന്നുവോ, നാട്ടുകാരൊക്കെ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ന ഗുണമുള്ള ആള് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കേൾക്കുമ്പോൾ അവരുടെ വംശത്തിലുള്ള കുട്ടികൾക്കൊക്കെ അതൊരു അഭിമാനമായി, അത് അവരുടെ സ്വഭാവമായി മാറും. കാരണം ആ മുത്തശ്ശന്റെ പാരമ്പര്യം അവർക്ക് അഭിമാനം കൊടുക്കുന്നു. അതിലൂടെ ആ സ്വഭാവം അവരിൽ അലിഞ്ഞു ചേരുന്നു. നമ്മളും മുത്തശ്ശനെ പോലെ പേരെടുക്കണം, നമ്മളും അച്ഛനെ പോലെ പേരെടുക്കണം, എല്ലാവരും നമ്മളെ മാന്യരാണെന്ന് പറയണം, നമ്മളെ ദാനശീലന്മാരാണെന്ന് പറയണം, എന്ന് സത്യസന്ധന്മാരാണെന്ന് പറയണം എന്നുള്ളൊരു ബോധം കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ അച്ഛനമ്മമാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് വരും തലമുറയുടെ എന്താ പറയുക ആ ഒരു യോഗ്യതകളൊക്കെ, അവരുടെ ഗുണങ്ങളൊക്കെ. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. അപ്പൊ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്തെല്ലാം ചുതി വന്നിട്ടുണ്ടോ, കൊള്ളരുതായ്മകൾ വന്നു ചേർന്നിട്ടുണ്ടോ, അതൊക്കെ
ഈ പൂർവീകരിലുണ്ടായ ചുതിയുടെ അനന്തര ഫലമാണ്. താഴേക്ക് താഴേക്ക് പതിക്കും തോറും ആ ചുതിയുടെ വ്യാപ്തി കൂടിക്കൂടി വരണു എന്നേ ഉള്ളൂ. അപ്പോൾ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം അച്ഛനമ്മമാർക്ക്. നമ്മുടെ തലമുറകൾ നല്ലവരായി അറിയപ്പെടണം, നമ്മുടെ വംശം യശസ്സുള്ളതായിരിക്കണം. എല്ലാ കാലത്തും അങ്ങനെയാണ് നിലനിൽക്കേണ്ടത്. അല്ലാതെ സ്മാരകങ്ങൾ പണിതോ കുറെ ഭൂമി വാങ്ങിച്ചിട്ടോ കുറെ സ്വത്ത് സമ്പാദിച്ചിട്ടോ അല്ല. മാനോ അസ്മത് കുലദൈവതം ആയിരുന്നു സത്യസന്ധഃ, ദൃഢവ്രതഃ, ദൃഢമായ വ്രതങ്ങളോടുകൂടിയവനായിരുന്നു. ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിൽ നല്ല ദാർഢ്യം ഉള്ളവനായിരുന്നു. സൽക്കർമ്മങ്ങളിൽ നല്ല നിശ്ചയമുള്ള ആളായിരുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളാണ് മഹാബലിയുടെ പുത്രൻ ബാണൻ എന്ന് പറയുന്നത്. അദ്ദേഹം ശിവഭക്തനായിരുന്നു. തുടർന്ന് ശോണിതാക്യേ പുരേ രമ്യേ സരാജ്യം അകരോത് പുരാ തസ്യ ശംഭോഃ പ്രസാദേന കിങ്കരാ യുവതേ അമരാഃ. ശോണിതാക്യേ പുരേ രമ്യേ സരാജ്യം അകരോത് പുരാ തസ്യ ശംഭോഃ പ്രസാദേന കിങ്കരാ യുവതേ അമരാഃ. സഹസ്രബാഹുർവാദ്യേന താണ്ഡവേ അതോഷയൻ മൃഡം. സഹസ്രബാഹുർവാദ്യേന താണ്ഡവേ അതോഷയൻ മൃഡം. അപ്പോൾ അദ്ദേഹം എവിടെയാണ് വസിച്ചിരുന്നത്? സഹ പുരാ, അദ്ദേഹം പണ്ട് ശോണിതാഖ്യേ രമ്യേ പുരേ രാജ്യമകരോ. ശോണിതം എന്ന ആഖ്യയോടുകൂടിയ, അപ്പൊ പുരത്തിന്റെ പേര് ശോണിതം. ശോണിതം എന്നാൽ ചുവന്നത് എന്നാണ്. രക്തം പോലെയുള്ളത്, രക്തനിർമ്മിതമായത് എന്നൊക്കെ പറയാം. രക്തമയമായത് എന്നൊക്കെയാണ് ശോണിതം എന്നുള്ള ശബ്ദത്തിനർത്ഥം. അപ്പൊ ശോണിതം എന്ന ആഖ്യത്തോടുകൂടിയ പേരോടുകൂടിയതായിട്ടുള്ള രമ്യേപുരെ, മനോഹരമായിട്ടുള്ള പുരത്തിൽ രാജ്യമകരോത്, രാജ്യത്തെ ചെയ്തു. തസ്യ ശംഭോഃ പ്രസാദേന തേ അമരാഃ കിങ്കരാഃ ഇവ. തസ്യ, ആ ബാണന്, ശംഭോഃ പ്രസാദേന, മഹാദേവന്റെ പ്രസാദം കൊണ്ട്, മഹാദേവന്റെ ഭക്തനായതുകൊണ്ട് മഹാദേവൻ കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് തേ അമരാഃ കിങ്കരാഃ ഇവ, ആ ദേവന്മാരെല്ലാവരും അന്ന് കാലത്ത് അദ്ദേഹത്തിന്റെ കിങ്കരന്മാരെ പോലെയായിരുന്നു. അദ്ദേഹത്തോട് ബഹുമാനവും ഭയവും ഉണ്ടായിരുന്നു. അദ്ദേഹം 1000 കൈകളെ കൊണ്ടും പല പല വാദ്യങ്ങള് ഒന്നിച്ചു വായിക്കാനുള്ള കഴിവുണ്ടാർക്ക്? 1000 കൈകളുള്ള ബാണന്. അപ്പൊ മറ്റൊരാളും സഹായം ആവശ്യമില്ല ഒരു ഓർക്കസ്ട്ര നടത്താനായിക്കൊണ്ട്, അല്ലേ? ഇപ്പോ പഞ്ചാരി മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ അനേക ആളുകളുടെ ആവശ്യമുണ്ട്. വലിയ ഒരു സംഗീത ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ അതിനും കുറേ ആളുകളുടെയൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ബാണാസുരന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് 1000 കൈകളുണ്ട്. ഒരേ സമയം തന്നെ അദ്ദേഹത്തിന് 1000 കൈകളെ കൊണ്ട് വിവിധങ്ങളായ വാദ്യങ്ങൾ ഒന്നിച്ച് വായിക്കാൻ സാധിക്കും. ഒരു തരത്തിലുമുള്ള അപശ്രുതി ഉണ്ടാവില്ല. ഒരാൾ തന്നെയല്ലേ, ഒരേ മനസ്സല്ലേ. അപ്പൊ അദ്ദേഹം അങ്ങനെ വാദ്യം വായിച്ചുകൊണ്ട് ഭഗവാന്റെ താണ്ഡവത്തെ കൊഴുപ്പിച്ചു, സന്തോഷിപ്പിച്ചു. അതാണ് സഹസ്രബാഹു വാദ്യേന താണ്ഡവേ അതോഷയത് മൃഡം. മൃഡം എന്നാൽ മൃഡനെ, മൃഡൻ എന്നാൽ മഹാദേവനെ, സുഖസ്വരൂപനായ ആനന്ദസ്വരൂപനായ മഹാദേവനെ അതോഷയത്, തന്റെ പ്രവൃത്തി കൊണ്ട് ഒന്നുകൂടെ സന്തോഷിപ്പിച്ചു, തൃപ്തിപ്പെടുത്തി. ഭഗവാൻ സർവഭൂതേശഃ
ശരണ്യോ ഭക്തവത്സലഃ വരേണ ഛന്ദയാമാസ സതം വവ്രേ പുരാധിപം. ഭഗവാൻ സർവഭൂതേശഃ ശരണ്യോ ഭക്തവത്സലഃ വരേണ ഛന്ദയാമാസ സതം വവ്രേ പുരാധിപം. ഇപ്പൊ ശരണ്യഃ ഭക്തവത്സലഃ സർവഭൂതേശഃ ഭഗവാൻ. ആ ഭഗവാൻ മഹാദേവൻ ശരണ്യനാണ്, എല്ലാവർക്കും അഭയം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ളവരാണ്. ആര് ചോദിച്ചാലും അഭയം കൊടുക്കാൻ ശക്തിയുള്ളവനാണ്. അങ്ങനെയുള്ള ശരണ്യനും ഭക്തവത്സലൻ, ഭക്തന്മാരിൽ വാത്സല്യം കാണിക്കുന്ന സർവഭൂതേശഃ, എല്ലാ ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ. ഇവിടെ ഭഗവാൻ മഹാദേവ വരേണ ഛന്ദയാമാസ, വരം കൊണ്ട് പ്രേരിപ്പിച്ചു, ആഗ്രഹിപ്പിച്ചു എന്നൊക്കെയാണ്. എന്താണ് നിന്റെ ഛന്ദസ് എന്ന് ചോദിച്ചാൽ, ഛന്ദസ് എന്ന് പറഞ്ഞാൽ നിന്റെ ഇച്ഛ, സ്വച്ഛന്തം എന്ന് പറയാറില്ലേ നമ്മള്. സ്വച്ഛന്തം എന്ന് പറഞ്ഞാൽ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പൊ ഛന്ദസ് എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് വരുന്ന വാക്കാണ്, അത് ഇഷ്ടമുള്ളതാണ് വരിക. അപ്പൊ നിന്റെ ഇഷ്ടം എന്താണ് എന്ന് പ്രേരിപ്പിച്ചു, ചോദിച്ചു. എന്ത് ഇഷ്ടമുള്ള വരമെന്തും നീ ചോദിച്ചോളൂ എന്ന് ബാണാസുരനോട് മഹാദേവൻ സന്തോഷം കൊണ്ട് പറഞ്ഞു. വരേണ ഛന്ദയാമാസ. അപ്പോ ബാണാസുരൻ എന്ത് ചെയ്തു? സഹ തം പുരാധിപം വവ്രേ. തം മഹാദേവനെ തന്നെ തന്റെ പുരാധിപനായിട്ട് വരിച്ചു, തന്റെ പുരത്തിന്റെ രക്ഷകനായിട്ട് വരിച്ചു എന്നർത്ഥം. എന്റെ പുരത്തെ രക്ഷിക്കുന്ന അധിപതിയായി, എന്റെ നാഥനായി അങ്ങ് ഭവിക്കണം എന്ന് മഹാദേവനോട് ബാണൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല, ഭഗവാൻ അങ്ങോട്ട് പ്രോമിസ് കൊടുത്തു. അങ്ങനെ ഭഗവാൻ സമ്മതിച്ചു. ഭഗവാൻ തന്നെ ഇപ്പോൾ പുരാധീശനായി, ബാണന്റെ പുരത്തെ കാക്കുന്നത് ഇപ്പോൾ ഭഗവാന്റെ ചുമതലയായി മാറി, ഭഗവാന്റെ തലയിലായി. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ ഭൂതഗണങ്ങള്, നന്ദി, ഭൃംഗി, ഗണേശ ഭഗവാൻ, സുബ്രഹ്മണ്യസ്വാമി, ചണ്ഡികേശ്വരൻ, ഇങ്ങനെയുള്ള ഭഗവാന്റെ ഭൂതഗണങ്ങളെല്ലാവരും ഇപ്പോൾ എവിടെയാ താമസം? അത് ശോണിതപുരത്തിലായി. ഭഗവാൻ ഈ പുരത്തിന്റെ കാവൽക്കാരനായി മാറി. അപ്പോ തുടർന്ന് എന്തുണ്ടായി? സ ഏകദാഹ ഗിരിശം പാർശ്വസ്ഥം വീര്യദുർമദഃ കിരീടേനാർക്കവർണേന സംസ്പർശൻ തത്പദാംബുജം. സ ഏകദാഹ ഗിരിശം പാർശ്വസ്ഥം വീര്യദുർമദഃ കിരീടേനാർക്കവർണേന സംസ്പർശൻ തത്പദാംബുജം. ഭഗവാൻ തന്റെ പുരാധിപനായി, തന്റെ രക്ഷകനായി മാറിയതോടുകൂടി അനിഷേധ്യനായ ഒരു രാജാവായി, അല്ലെങ്കിൽ ചക്രവർത്തിയായി, അല്ലെങ്കിൽ എല്ലാ ലോകങ്ങളുടെയും ഒരു അധിപതിയെ പോലെയായി ആര്? ബാണൻ. അപ്പൊ എന്തായി? അവന് ദുർമതം വന്നു, ദുഷിച്ച മതം, അഹങ്കാരം. അതാണ് വീര്യദുർമദ. തന്റെ ശക്തി കൊണ്ട് ദുർമതനായി തീർന്നു, അഹങ്കാരിയായി തീർന്നു. അങ്ങനെയുള്ള അവൻ ഏകദാ ഒരിക്കൽ എന്ത് ചെയ്തു? അർക്കവർണേന കിരീടേന തത്പദാംബുജം സംസ്പൃശന്. സൂര്യനെ പോലെ ജ്വലിക്കുന്ന തന്റെ കിരീടം കൊണ്ട് ആ ഭഗവാൻ മഹാദേവന്റെ പാദത്തിൽ ചെന്ന് നമസ്കരിച്ച് തന്റെ കിരീടം ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചുകൊണ്ട് പാർശ്വസ്ഥം ഗിരിശമാഹ, തന്റെ സമീപത്തിലിരിക്കുന്ന മഹാദേവനോട്, ഗിരിശനോട്, ഗിരിയിൽ ശയിക്കുന്നവൻ ഗിരിശൻ, ഗിരിശേതേ ഇത് ഗിരിശ. ഇപ്പൊ പർവ്വതവാസിയായ ഭഗവാനോട്, ഇപ്പോ പട്ടണവാസിയായിരിക്കുന്ന ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമസ്യേ ത്വാം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം പുംസാം അപൂർണകാമാനാം കാമപൂരാമരാംകൃപം. നമസ്യേ ത്വാം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം പുംസാം അപൂർണകാമാനാം കാമപൂരാമരാംകൃപം.
ഹേ മഹാദേവ അഹം ത്വാം നമസ്യേ, അല്ലയോ മഹാദേവ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങ് എങ്ങനെയുള്ള ആളാണ്? ത്വാം എന്ന് പറഞ്ഞതിനെ കൂടുതൽ വിശേഷിപ്പിക്കുന്നതാണ്. ലോകാനാം ഗുരും ഈശ്വരം അപൂർണകാമാനാം പുംസാം കാമപൂരാം അമരാംഗ്രിപം. ഇതൊക്കെ ത്വാം എന്ന് അങ്ങയെ എന്ന് പറഞ്ഞതിനെ വിശേഷിപ്പിക്കുന്നതാണ്. അങ്ങ് എങ്ങനെയുള്ളവനാണ്? ലോകാനാം ഗുരും, എല്ലാ ലോകങ്ങൾക്കും ഗുരുവാണ്, എല്ലാറ്റിൻ്റെയും ആദി ഗുരുവാണ്. അതുപോലെ തന്നെ ഈശ്വരം, എല്ലാറ്റിൻ്റെയും നിയന്താവാണ് അങ്ങ്, സർവനിയന്താവാണ് ലോകങ്ങളുടെ. മാത്രമല്ല അപൂർണകാമാനാം പുംസാം, പൂർണ്ണകാമന്മാരല്ലാത്ത പുരുഷന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്ന കാമപൂര അമരാംഗ്രിപം, കാമങ്ങളെ പൂർത്തീകരിക്കുന്ന അമരാംഗ്രിപനാണ്. അംഗ്രിപൻ, അംഗ്രിപഹ എന്ന് പറഞ്ഞാൽ വൃക്ഷ, പാദം കൊണ്ട് പാനം ചെയ്യുന്നത്, വേരുകൊണ്ട് കുടിക്കുന്നത് അല്ലേ? വെള്ളം കുടിക്കുന്നത് എങ്ങനെയാ? വൃക്ഷങ്ങള് വേരുകൊണ്ട്, വേരാണ് വൃക്ഷങ്ങളുടെ പാദം, അംഗ്രി. അപ്പോ അംഗ്രിണ പിബദീതി അംഗ്രിപഹ, പാദം കൊണ്ട് പാനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാമപൂര അമരാംഗ്രിപം. അമരാംഗ്രിപം എന്ന് പറഞ്ഞാൽ എന്താ? അമരലോകത്തെ, ദേവലോകത്തെ വൃക്ഷം. എന്താ ദേവലോകത്തെ വൃക്ഷം? കൽപ്പവൃക്ഷം. എങ്ങനെയുള്ള കൽപ്പവൃക്ഷം? കാമപൂര അമരാംഗ്രിപം. ഏത് കാമങ്ങളെയും പൂർത്തീകരിക്കുന്ന കൽപ്പവൃക്ഷമാകുന്നു അങ്ങ്. അപൂർണ കാമന്മാരായ മനുഷ്യർക്ക് അവരേത് കാമത്തിന് വേണ്ടി അങ്ങയെ സമീപിച്ചാലും അങ്ങ് അവരുടെ കാമങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന കൽപ്പവൃക്ഷമാകുന്നു എന്നെല്ലാം പറഞ്ഞ് ഭഗവാനെ പുകഴ്ത്തി. ഭഗവാനാവട്ടെ ക്ഷിപ്രപ്രസാദിയാണ്. എന്നാലും ഇവന്റെ കുരുത്തക്കേടിനെ അവതരിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. നമസ്യേ ത്വാം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം പുംസാം അപൂർണകാമാനാം കാമപൂരാമരാംഗ്രിപം. ദോസഹസ്രം ത്വയാ ദത്തം പരം ഭാരായ മേ അഭവത് ത്രിലോക്യാം പ്രതിയോദ്ധാരം ന ലഭേ ത്വദൃതേ സമം. ദോസഹസ്രം ത്വയാ ദത്തം പരം ഭാരായ മേ അഭവത് ത്രിലോക്യാം പ്രതിയോദ്ധാരം ന ലഭേ ത്വദൃതേ സമം. അവന്റെ അഹങ്കാരം എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? ദോഹോ സഹസ്രം. ദോഹോ എന്ന് പറഞ്ഞാൽ കയ്യ് എന്നാണ്. ദോ സഹസ്രം, കൈകളുടെ 1000, 1000 കൈകൾ. അപ്പൊ 1000 കൈകൾ ത്വയാദത്തം, അങ്ങ് നൽകിയതാണ്, അങ്ങയുടെ പ്രസാദം കൊണ്ട് എനിക്ക് ലഭിച്ചതാണ്, അങ്ങയുടെ അനുഗ്രഹമായി ലഭിച്ചതാണ് 1000 കൈകൾ. പക്ഷെ ഇപ്പൊ എനിക്കതെന്തായി? മേ പരംഭാരായ അഭവത്, ഇതിപ്പോ വെറും ഭാരം കൊണ്ട് നടക്കുന്നതായിട്ട് ഭവിച്ചിരിക്കുന്നു. 1000 കൈകളെ കൊണ്ട് ഭഗവാന് പ്രദോഷ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ താണ്ഡവത്തിന് വാദ്യം വായിക്കുന്ന ആളാണ് ഇപ്പൊ പറയുന്നത് ഇതെനിക്ക് ഭാരമായി തീർന്നു. ഈ 1000 കൈകളും ഭഗവാനെ പൂജിക്കാൻ, ഭഗവാനെ സേവിക്കാൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഭാരമാവേണ്ടതല്ല. അപ്പോൾ അഭിമാനം, അഹങ്കാരം വർദ്ധിച്ചത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഓ, ഞാൻ 1000 കൈകളെ കൊണ്ട് മഹാദേവന് താണ്ഡവ സമയത്ത് വാദ്യം വായിക്കുന്നവനാണ്, ഏകാംഗ ഓർക്കസ്ട്രയാണ്, ഞാനില്ലെങ്കിൽ ഭഗവാന് നൃത്തം വെക്കാൻ പറ്റില്ല സന്ധ്യനേരത്ത് എന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ഞാനില്ലെങ്കിൽ ഇതുപോലെയൊന്നും ആവില്ല, വേറെ ആരെന്നെ പോലെ താളം പിടിച്ചു കൊടുക്കാനാണ് എന്നൊക്കെയുള്ള ഭാവമൊക്കെ വന്നു കാണും. അപ്പോൾ ആ ഒരു അഹങ്കാരം കൊണ്ട് പറയണ് ഇവിടെ, എൻ്റെ ഈ കൈകൾ 1000 കൈകൾ എനിക്ക് ഭാരമായി ഭവിച്ചിരിക്കണു. പരംഭാരായമേ അഭവത്. ഈ കൈകളെ കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കൈകള് എൻ്റെ വീര്യത്തിന്റെ പ്രകടനമാവണ്ടേ? അപ്പൊ അതുകൊണ്ട് എന്താ, ത്രിലോക്യാം പ്രതിയോദ്ധാരം നലഭേ, 3 ലോകത്തിലും പ്രതിയോദ്ധാരം, എന്റെ നേരെ നിന്ന് എന്നെ എതിർത്ത് യുദ്ധം ചെയ്യാനായിട്ട് ഒരാളെ നലഭേ, ലഭിക്കുന്നില്ല. ത്വദ് ഹൃദേ സമം. സമം എന്ന് പറഞ്ഞാൽ മമ സമം, എനിക്ക് തുല്യനായിട്ട്. ത്വദ് ഹൃദയ, ത്വദ് ഹൃദയ എന്ന് പറഞ്ഞാൽ ത്വയാ വിന, വിത്തൗട്ട് യു, എക്സ്ക്ലൂഡിങ് യു.
അങ്ങല്ലാതെ വേറൊരാളെ എനിക്ക് സമനായിട്ട് എന്നോട് നേരെ നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് ഈ 3 ലോകത്തിൽ ആരെയും ഞാൻ കാണുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ നല്ല സ്പഷ്ടമായിട്ടുള്ള പ്രകടനം. അപ്പോൾ ഭഗവാനെ ആർക്ക് തുല്യനാക്കി? എനിക്ക് തുല്യ, മമ സമം, അങ്ങ് മാത്രമേ ഇപ്പം എനിക്ക് തുല്യനുള്ളൂ, വേറെ ആരും എനിക്ക് തുല്യനില്ല, എന്നോട് യുദ്ധം ചെയ്യാൻ ശക്തരായിട്ടില്ല. ത്രിലോക്യാം പ്രതിയോദ്ധാരം നലഭേ ത്വദൃതേ സമം. ത്വത് ഋതേ, ഋതേ എന്ന് പറഞ്ഞാൽ വിനാ എന്നുള്ള അർത്ഥമാണ്. കണ്ഡൂത്യാനിഭൃതൈർദോർഭിഃ യുയുത്സുരു ദിഗ്ഗജാനഹം അന്വയാം ചൂർണയന്നദ്രീൻ ഭീതാസ്തേ വിപ്രദുദ്രുഭുഃ. കണ്ഡൂത്യാനിഭൃതൈർദോർഭിഃ യുയുത്സുരു ദിഗ്ഗജാനഹം അന്വയാൻ ചൂർണയന്നദ്രീൻ ഭീതാസ്തേ വിപ്രദുദ്രുഭുഃ. കണ്ഡൂത്യ എന്ന് പറഞ്ഞാൽ, കണ്ടൂതി എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ എന്നാണ്. കണ്ടൂതിവത് പ്രഹ്ലാദൻ തന്റെ സ്തുതിയിൽ പറയും. ദമ്പതികൾ തമ്മിൽ, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളതായിട്ടുള്ള ലീലകളെല്ലാം ചൊറിച്ചിൽ മാറ്റലാണ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടാവണം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കൊടുക്കലാണ്. ഒരാൾക്ക് ചൊറിയുമ്പോൾ മറ്റൊരാളുടെ പുറകെ പോകും, എനിക്കൊന്ന് ചൊറിഞ്ഞു തരൂ എന്ന് പറയും. ഈ ചൊറിച്ചിൽ മാറ്റലാണ് ദാമ്പത്യ ചേഷ്ടകളെല്ലാം. അപ്പൊ ഇവിടെ എൻ്റെ കൈകളുടെ കണ്ടൂതി, ചൊറിച്ചില്, കൈത്തരിപ്പ് എന്ന് പറയില്ലേ, എൻ്റെ കൈകളിങ്ങനെ യുദ്ധം ചെയ്യാതെ ചൊറിയുകയാണ്. അതുകൊണ്ട് നിഭൃതൈഹി ദോർഭിഹി യുയുത്സുഹു അഹം. നിഭൃതങ്ങൾ, നിതരാമൃതം, നല്ലതുപോലെ ധരിച്ചുകൊണ്ടിരിക്കുന്ന, തിങ്ങി നിറഞ്ഞിരിക്കുന്ന, ഒരു വശത്ത് 500 കൈകൾ, മറ്റൊരു വശത്ത് 500 കൈകൾ, അങ്ങനെ 1000 കൈകള് ഭാരമായിട്ട് ഞാൻ കൊണ്ടു നടക്കണം. ആ കൈകളെ കൊണ്ട്, ദോർഭിഹി കൈകളാൽ, യുയുത്സുഹു യോദ്ധുമിച്ചു, യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നവനായിട്ട്, അഹം ഞാൻ, ആരെയും കിട്ടാതായപ്പോ എന്റെ കൈത്തരിപ്പ് മാറ്റാൻ ഞാൻ എവിടേക്ക് പോയി? അദ്രീൻ ചൂർണയൻ ദിഗ്ഗജാൻ അന്വയാം. ചുറ്റുഭാഗത്തും ലോകാലോക പർവ്വതം എന്ന് പറയുന്ന പർവ്വതമുണ്ട്. ലോകത്തെയും അലോകത്തെയും വേർതിരിക്കുന്ന പർവ്വതം. അലോകം എന്ന് പറഞ്ഞാല് വെളിച്ചമില്ലാത്ത ലോകം. ലോകം എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ളതായിട്ടുള്ള ലോകം. അപ്പൊ ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്നതായിട്ടുള്ള ആദ്യായാമോ, ആദ്യായാം എന്നുള്ളത് അവിടെ സ്യൂട്ടാവുന്നില്ല. അധ്യായാം ചൂർണയൻ അദ്രി. അധ്യായം എന്നുള്ളത് അവിടെ സൂട്ടല്ല. അന്വയാം എന്ന് പറഞ്ഞാല് അഹം അയാം. എങ്ങനെ അയാം? അനു അയാം, അനുയാനം ചെയ്തു എന്നാണ്, പിന്നാലെ പോയി. ആദ്യായാം എന്നുള്ളത് ഇവിടെ എവിടേക്കും ചേരുന്നില്ല. അധ്യായം എന്നുള്ളത് അവിടെ ചേരുന്നതല്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ്. ബുക്കിൽ അധ്യായം എന്നുള്ളത് മാറ്റി അന്വയാം, അപ്പൊ ആദ്യ എന്നുള്ളത് മാറ്റി അന്വാന്നാക്കണം. കാരണം ഇവിടെ ഒരു അർത്ഥം ഒന്നാമത്തെ എന്നുള്ളതാണ് ആദ്യായാം, ഒന്നാമതേതിൽ. ഇവിടെ എവിടെയാണ് ഒന്നാമതേതിൽ എന്ന് പറയുക? എന്തിൻ്റെയും വിശേഷണമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അന്വയാം. കറക്റ്റ് ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്തോളൂ. കാരണം അർത്ഥമില്ലാത്തൊരു പദത്തെ മാറ്റി അർത്ഥമുള്ളൊരു പദം കറക്റ്റ് ചെയ്യാം. അന്വയാം എന്ന് പറഞ്ഞാൽ അഹം അന്വയാം, ഐ ഫോളോഡ് എന്നാണ്. അനു അയനം ചെയ്യുക, അഹം അയാം.
അയാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അയാമല്ല, യാ എന്നുള്ളതായിട്ടുള്ള ധാതു. യാനം ചെയ്യുക, യാത്ര ചെയ്യുക, പ്രാപിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അത് ഉത്തമ പുരുഷനിൽ അഹം എന്ന് പറയുമ്പോൾ അയാം, അത് പാസ്റ്റ് ടെൻസാണ്. ഞാൻ യാത്ര ചെയ്തു, ഞാൻ പിന്നാലെ പോയി. ഇവിടെ അനു ചേർക്കുന്നത് പിന്നാലെ പോയി. ആരുടെ പുറകെ പോയി? ദിഗ്ഗജങ്ങളുടെ പുറകെ പോയി എന്നാണ്. ആരുടെ പുറകെ പോയി? ദിഗ്ഗജാനഹം അന്വയാം. ദിഗ്ഗജങ്ങളെ ഞാൻ പിന്തുടർന്നു. ദിക്കുകളിൽ കാവൽ നിൽക്കുന്ന 4 ഗജങ്ങളുടെ സങ്കല്പമുണ്ട്. എന്തൊക്കെയാ? സുഗ്രീവൻ എന്നൊക്കെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെയോ പേരുകളുണ്ട്. ആ ഗജങ്ങളാണ് മഹാലക്ഷ്മിക്ക് അഭിഷേകം ചെയ്യുന്ന രൂപത്തിൽ കുംഭത്തിൽ നിന്ന്, കലശത്തിൽ നിന്ന് ജലമൊഴിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത്. 4 ഗജങ്ങളാണ്. കലണ്ടറുകളിലൊക്കെ അടിച്ചു വന്നപ്പോൾ 2 ഗജങ്ങളായി മാറി. അത് ആദ്യായാം എന്നുള്ളത് അവിടെ ഒരു യോജിക്കുന്നില്ല. ആദ്യായാം എന്നുള്ളത് അവിടെ യോജിക്കുന്നില്ല. ആദ്യം എന്നുള്ളതിന് ആദ്യായാം എന്നുള്ളത് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്രാമർ ശരിയാവുന്നില്ല. അപ്പോൾ അന്വയാം എന്ന് തന്നെ ഉത്തമം. ദിഗ്ഗജാനഹം ആദ്യായാം ചൂർണയൻ അദ്രി. അല്ല, അവിടെ ദിഗ്ഗജാനഹം എന്ന് പറഞ്ഞതിന് അപ്പോൾ അവിടെ ഒരു ക്രിയാപദം ഇല്ലാതാനും. ദിഗ്ഗജങ്ങളുടെ പുറകെ ദിഗ്ഗജങ്ങളെ എന്ന് മാത്രം പറഞ്ഞിട്ട് ദിഗ്ഗജങ്ങളെ എന്ത് ചെയ്തു? ദിഗ്ഗജങ്ങളെ ഞാൻ ഒന്നും ചെയ്തില്ല. ആദ്യം ഞാൻ പർവ്വതങ്ങളെ പൊടിച്ചു. അപ്പൊ ദിഗ്ഗജങ്ങളെ എന്ത് ചെയ്തു എന്ന് ചോദ്യം വരുമ്പോഴാണ് ദിഗ്ഗജാൻ അഹം അന്വയാം. അവിടെ ക്രിയാപദം വേറെ ഇല്ലാത്തത് കൊണ്ട്, ദിഗ്ഗജങ്ങളെ സംബന്ധിച്ച ക്രിയാപദമില്ലാത്തത് കൊണ്ട് അന്വയാം എന്നുള്ളത് ദിഗ്ഗജങ്ങളുടെ പുറകെ പോകണം. അതെ, ഗുരുവായൂർ ദേവസ്വം ബുക്കിൽ, മൂലം മാത്രമുള്ള ബുക്കിൽ അന്വയാം എന്നുള്ളത്, ആദ്യായാം എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് ബൈ സം മിസ്റ്റേക്ക്, ശരിയായ വ്യാഖ്യാനമല്ല. സംസ്കൃതത്തിലുള്ള മൂലം വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. അത് ഇപ്പോൾ കയ്യിലില്ല, എവിടെ തിരയണം. അപ്പം എന്തായാലും അന്വയാം എന്നുള്ളത് ഉത്തമം. നല്ലതുള്ളപ്പോൾ എന്തിനാ വെറുതെ ഏച്ചു കൂട്ടുന്നത്? വ്യക്തമായിട്ടുള്ള വേണ്ട പദമുള്ളപ്പോൾ അതിനെ കളഞ്ഞിട്ട് എന്താ പറയുക, അമ്മയെ കൊടുത്തിട്ട് പ്രാന്തിയെ വാങ്ങുക എന്ന് പറഞ്ഞ പോലെ എന്തിനാ വല്ല ആവശ്യമില്ലാത്ത പണിയെടുക്കുന്നത്? അമ്മയുണ്ട് അന്വയാം, അതിനെ കൊടുത്തിട്ട് ആദ്യായാം എന്നുള്ളൊരു പ്രാന്തിയെ വാങ്ങേണ്ട കാര്യമില്ല. ഒരു കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അർത്ഥം തികയ്ക്കാനായിട്ട് നോക്കുക. അതൊക്കെ ഏതോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അവിടെ ദിഗ്ഗജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിഗ്ഗജങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യായാമെന്നോ? അപ്പം അവിടെ ഒരു സുഖമില്ല. എനിക്ക് സമ്മതമല്ല. സംസ്കൃതം ഒരുവിധം അറിയുന്നവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഇത് അന്വയാം തന്നെയാണ് നല്ലത് എന്ന് പറയും. എങ്ങനെ പറ്റിയെന്ന് അറിയില്ല. തിരുത്തുന്നതിൽ യാതൊരു ദോഷവുമില്ല. അഹം അന്വയാം, ഞാൻ പിന്തുടർന്നു. ദിഗ്ഗജങ്ങളെ ഞാൻ പിന്തുടർന്നു. അഹം അന്വയാം, ഐ ഫോളോഡ്, ഐ ചേസ്ഡ് ദം എന്നാണ് അർത്ഥം. ഞാൻ അവരെ പുറകെ ഓടിച്ചു. ആദ്യം എന്ത് ചെയ്തിട്ട് ചൂർണയൻ അദ്രീൻ, അദ്രീൻ ചൂർണയൻ, അത് ഫുള്ളാണ്. ഒരു പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ചൂർണയൻ അദ്രീൻ എന്ന് പറഞ്ഞാൽ അദ്രീൻ ചൂർണയൻ. പോകുന്ന വഴിക്ക് പർവ്വതങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഞാൻ ദിഗ്ഗജങ്ങളുടെ പുറകെ പോയി. അപ്പോൾ ദിഗ്ഗജങ്ങളോ തേ ഭീതാഹ,
പ്രതുദ്രുവുഹു തേ അവര് ആ ദിഗ്ഗജങ്ങള് ഭീതാഹ ഭയപ്പെട്ടവരായിട്ട് പ്രതുദ്രുവുഹു പ്രകർഷേണ ദുദ്രുവുഹു ദുദ്രുവു എന്ന് പറഞ്ഞാൽ ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഓടുക, ഒഴുകുക, പായുക എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ പാഞ്ഞു, ഓടിപ്പോയി, പേടിച്ചോടിപ്പോയി, ഭീതരായി ആ ദിഗ്ഗജങ്ങൾ പാഞ്ഞു എന്നാണ് ഇവിടെ അർത്ഥം. തേ അഭി ഭീതാഹ പ്രതുദ്രുവുഹു. ആ ദിഗ്ഗജങ്ങൾ, വലിയ ആനകൾ, അവിടെ കാവൽ നിൽക്കുന്ന ദിക്കുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള ദിഗ്ഗജങ്ങൾ ഞാൻ ചേസ് ചെയ്തപ്പോൾ, ഞാൻ പിന്നാലെ പോയപ്പോൾ, അഹമന്വയാം ഞാൻ അവരുടെ പുറകെ പോയപ്പോൾ അവരെല്ലാം പേടിച്ചോടിപ്പോയി. പിന്നെ ഞാൻ ആരോട് യുദ്ധം ചെയ്യും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഞാൻ എല്ലാ ദിക്കുകളിലും ദിഗ്വിജയം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് യുദ്ധത്തിനായിക്കൊണ്ട് ഒരു എതിരാളിയും ഒരിടത്തും ഞാൻ കണ്ടുകിട്ടിയില്ല. അറ്റം വരെ പോയി എന്ന് കാണിക്കാനാണ് ദിഗ്ഗജങ്ങൾ പോലും അവിടുന്ന് പലായനം ചെയ്തു എന്നെ പേടിച്ചിട്ട്. അപ്പൊ ഞാൻ ദിഗ്ഗജങ്ങളുടെ പുറകെ പാഞ്ഞു എന്ന് പറയാനാണ് അന്വയാം. ദിഗ്ഗജാൻ അഹമന്വയാം. പോകുന്ന വഴിക്ക് അദ്രീൻ ചൂർണയൻ, എന്റെ കൈത്തരിപ്പ് മാറ്റാൻ പർവ്വതങ്ങളെയൊക്കെ ഞാൻ അടിച്ചുടച്ചുകൊണ്ടാണ് പോയത്. ഏത് പർവ്വതങ്ങളെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ലോകാലോക പർവ്വതങ്ങൾ എന്ന അർത്ഥമാണ്. പോകുന്ന വഴിയിൽ ലോകാലോക പർവ്വതങ്ങൾക്കാണ് ഈ ആനകൾ കാവൽ നിൽക്കുന്നത്. അതാണ് ദിക്കുകളുടെ പരിധിയായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അലോകം എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത ശൂന്യാകാശവും, ലോകം എന്ന് പറയുന്നത് വെളിച്ചമുള്ള ലോക്യതേ ഇതി ലോകഃ. ലോക്യത എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നത്, പ്രകാശമുള്ളിടത്തെ കാണാൻ കഴിയുള്ളൂ, അത് ലോകം. കാണാൻ കഴിയാത്ത ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങൾ അലോകം. ഇതിന്റെ പരിധിയാണ് ലോകാലോക പർവ്വതം എന്ന് സങ്കല്പം. ആ ലോകാലോക പർവ്വതങ്ങളുടെ മുകളിലായിട്ടാണ് ദിഗ്ഗജങ്ങൾ കാവൽ നിൽക്കുന്നത് എന്ന് സങ്കല്പം. അപ്പൊ പർവ്വതങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഞാൻ ഈ ആനകളുടെ പുറകെ പോയപ്പോ അവര് പേടിച്ച് സ്ഥലം വിട്ടു. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക? എന്റെ കൈത്തരിപ്പ് മാറ്റാൻ ഞാൻ എന്താ ചെയ്യുക? ഇതാണ് അദ്ദേഹത്തിന്റെ വിഷമം. അഹങ്കാരം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷമമാണ്. ലോകത്തിൽ തനിക്കെതിരായിട്ട് ആരുമില്ല. ലോകാലോകം വരെ പോയി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്ന് പറയുന്ന സ്ഥാനത്ത് ആരും ഇല്ലല്ലോ. പിന്നെ അലോകമല്ലേ ഉള്ളൂ. അലോകം ഇരുട്ടടഞ്ഞ ശൂന്യാകാശമാണ്. അവിടെ പോയിട്ട് ആരെയും കാണാനില്ല. അതുകൊണ്ട് ലോകം മുഴുവൻ ഞാൻ എൻ്റെ കൈക്കരുത്ത് കൊണ്ട് എൻ്റെ കൈത്തരിപ്പ് മാറ്റാനായിട്ട് എതിരാളികളെ തെരഞ്ഞു നടന്നു. ബട്ട് നോബഡി വാസ് റെഡി എന്ന്, ആരും എൻ്റെ എതിരെ നിൽക്കാൻ തയ്യാറായില്ല. ദിഗ്ഗജങ്ങൾ പോലും പാഞ്ഞുപോയി എന്ന് താല്പര്യം. അപ്പൊ അവിടെ അന്വയാം എന്നുള്ളത് പോലെ ഫിറ്റായിട്ടുള്ളൊരു പദം വേറെ ഏത് കൊണ്ടുവന്നാലും ചേരില്ല. ഇനി അധ്യായം മാറ്റിയിട്ട് വേറെ നിങ്ങൾ ഏത് പദം കൊണ്ടുവന്നാലും ഇത്രയും നല്ല പദം കിട്ടാനില്ല. അപ്പോൾ എന്തിനു വെറുതെ കളയണം? അന്വയാം ചൂർണയന്നദ്രീൻ ഭീതാസ്തേ വിപ്രതുദ്രുവുഹു തത്ശ്രുത്വാ ഭഗവാൻ ക്രുദ്ധഃ കേതുസ്തേ ഭജ്യതേ യദാ ത്വദ്ദർപ്പഘ്നം ഭവേന്മൂഢ സംയുഗം മത്സമേന തേ. തത്ശ്രുത്വാ ഭഗവാൻ ക്രുദ്ധഃ കേതുസ്തേ ഭജ്യതേ യദാ ത്വദ്ദർപ്പഘ്നം ഭവേന്മൂഢ സംയുഗം മത്സമേന തേ. തത്ശ്രുത്വാ ക്രുദ്ധഃ ഭഗവാൻ. ഇത് കേട്ടപ്പോ ആ ഭഗവാന് ക്രോധമുണ്ടായി. ആർക്ക്? മഹാദേവന്. അങ്ങേ അല്ലാതെ എനിക്ക് തുല്യനായിട്ട് ഒരാൾ എന്റെ കൈത്തരിപ്പ് മാറ്റാൻ കാണുന്നില്ല എന്ന് ആരോടാ പറയണത്? തന്റെ രക്ഷകനായി താൻ ഏതൊരു ഭഗവാന്റെ ഭക്തനാണോ ആ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടാണ് അവൻ ഇത്രയും ശക്തി ഉള്ളത്. അതൊക്കെ മറന്നുകൊണ്ട് തന്റെ ഈശ്വരനെ തന്നെ, തന്റെ ഗുരുവിനെ തന്നെ, തന്റെ രക്ഷകനെ തന്നെ വെല്ലുവിളിക്കുകയാണ്. അഹങ്കാരത്തിന്റെ ആധിക്യം. അതാണ് തത്ശ്രുത്വാ ക്രുദ്ധഃ ഭഗവാൻ. ഭഗവാൻ വല്ലാത്ത ക്രോധം വന്നു. എന്നിട്ട് പറഞ്ഞു, മൂഢ, അഹങ്കാരം കൊണ്ട്
മോഹിതനായവനെ, ഡെലൂഡഡ് വൺ, മൂഢ ബുദ്ധിഹീന, യഥാ തേ കേതുഹു ഭജ്യത്തെ തഥാ മത്സമേന ത്വദ്ദർപ്പഗ്നം സംയുഗം തേ ഭവേത്. ഉത്തരം വളരെ ചുരുക്കി പറഞ്ഞു. യഥാ തേ കേതുഹു ഭജ്യത്തെ, എപ്പോഴാണോ നിന്റെ കേതു ഭഞ്ജിക്കപ്പെടുന്നത്, കേതു എന്ന് പറഞ്ഞാൽ കൊടിമരം, കൊടിക്കൂറ ഒക്കെ അർത്ഥം. നിന്റെ കൊടിമരം അഥവാ കൊടിക്കൂറ എപ്പോഴാണോ മുറിയുന്നത്, ഭജ്യത്തെ തഥാ അപ്പോൾ മത്സമേന ത്വദ്ദർപ്പഗ്നം സംയുഗം തേ ഭവേത്. മത്സമേന എന്നോട് തുല്യനായിട്ടുള്ള ഒരുവനോട്, ത്വദ്ദർപ്പഗ്നം നിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന സംയുഗം യുദ്ധം ഭവേത് നിനക്ക് ഭവിക്കും. അപ്പൊ എനിക്ക് തുല്യനായിട്ടുള്ള ഒരാളോട് നിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന യുദ്ധം നിനക്ക് അപ്പുണ്ടാവും. എപ്പോ? എന്ന് നിന്റെ കേതു മുറിയപ്പെടുന്നുവോ അന്ന്. അപ്പൊ നിന്റെ കേതുവിനെ നോക്കിയിരുന്നോ നീ? അതാണ് നോട്ടീസ്. അപ്പൊ നിന്റെ ശത്രു വരും, നിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ പറ്റിയ ആള് വരും. ഇനിയിപ്പൊ ഞാൻ തന്നെ നിനക്ക് വരവും തന്ന് നിന്നെ നിഗ്രഹിക്കുന്നത് എന്റെ കൈകൊണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് കൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഭഗവാൻ മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ടാവും. വരവും കൊടുത്ത് ഞാൻ തന്നെ നിഗ്രഹവും ചെയ്യണ്ട, നിഗ്രഹങ്ങൾ ഒരേ കൈകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഭഗവാൻ ശാപം പോലൊരു വചസ് പറഞ്ഞു, ഇവന്റെ അഹങ്കാരം കൊണ്ട് ക്രോധിച്ചിട്ട്. ഇത്യുക്തഃ കുമതിർഹൃഷ്ടഃ സ്വഗൃഹം പ്രാവിശൻ നൃപ പ്രതീക്ഷൻ ഗിരിശാദേശം സ്വവീര്യനശനം കുദീഹി. ഇത്യുക്തഃ കുമതിർഹൃഷ്ടഃ സ്വഗൃഹം പ്രാവിശൻ നൃപ പ്രതീക്ഷൻ ഗിരിശാദേശം സ്വവീര്യനശനം കുദീഹി. ഹേ നൃപ, ഇതി ഉക്തഃ കുമതിഃ ഹൃഷ്ടഃ. ഇങ്ങനെ പറയപ്പെട്ടവൻ, ഭഗവാനാൽ ഇപ്രകാരം പറയപ്പെട്ടവനായിട്ടുള്ള ആ ബാണൻ, അവനെ എന്താ പറഞ്ഞ? കുമതിഹി, അഹങ്കാരം കൊണ്ട് കുൽസിതമായ ബുദ്ധിയോടുകൂടിയവൻ, മൂഢൻ. ഹൃഷ്ടഃ, അവൻ സന്തോഷിക്കണം. അവന് സന്തോഷമാണ് ഉണ്ടായത്. തൻ്റെ എന്താ പറയുക, തന്നെ നശിപ്പിക്കാൻ ശത്രു വരുന്നു കേട്ടപ്പോൾ സന്തോഷിക്കുന്ന മൂഢനായി പോയി അഹങ്കാരം കൊണ്ട് എന്നർത്ഥം. എന്നുവെച്ചാൽ അവൻ ഇപ്പോഴും അഭിമാനമുണ്ട്, തന്നെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ തനിക്ക് തൻ്റെ കൈത്തരിപ്പ് മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. വന്നവന് പണിയാവും, തനിക്ക് തന്നെയാണ് വിജയം എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഹർഷമുണ്ടാകുന്നത്. അഹങ്കാരത്തിന്റെ ഹർഷമാണ്, ഓവർ കോൺഫിഡൻസ്. ഇപ്പൊ ഹൃഷ്ടഃ സ്വഗൃഹം പ്രാവിശത്ത്, തന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. കുദീഹി, അവനെ കുറിച്ച് പറയുന്നു കുൽസിത ബുദ്ധി എന്നർത്ഥം. ആ കുൽസിത ബുദ്ധിയായ അവൻ സ്വവീര്യനശനം ഗിരിശാദേശം പ്രതീക്ഷൻ, തന്റെ ശക്തിയെ തന്റെ വീര്യത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗിരിശനാൽ ആദേശിക്കപ്പെട്ട കാര്യത്തെ, സംഗതിയെ പ്രതീക്ഷൻ, പരമേശ്വരൻ പറഞ്ഞ സമയം എപ്പോഴാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. അപ്പോൾ അവന്റെ നാശത്തെ അവൻ തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് മൂഢനായതുകൊണ്ട്, മൂഢന്മാർക്ക് വിനാശകാലേ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ എന്തായാലും മഹാബലിയുടെ പുത്രനായതുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. ഇത്രയും കൂടി നമ്മളെയൊക്കെ പോലെ മൂഢന്മാരായി പോവില്ല. ഇനി ഉഷയുടെ കഥയിലേക്ക് വരുന്നു. തസ്യ ഉഷാ നാമ ദുഹിത സ്വപ്നെ പ്രാദ്യുമ്നിനാരതിം കന്യാലപദകാന്തേന പ്രാഗദൃഷ്ടശ്രുതേന സാ. തസ്യോഷാ നാമ ദുഹിത സ്വപ്നെ പ്രാദ്യുമ്നിനാരതിം കന്യാലപദകാന്തേന പ്രാഗദൃഷ്ടശ്രുതേന സാ. തസ്യ ദുഹിത ഉഷാ നാമ കന്യാ. തസ്യ, അദ്ദേഹത്തിന് ബാണന് ദുഹിത മകൾ, ദുഹിത ദുഹിത്രി സുത കന്യാ ഒക്കെ പറയാം. അപ്പൊ എന്തായാലും എന്താ അവളുടെ പേര്? ഉഷാ നാമ. തസ്യ ഉഷാ നാമ ദുഹിത, ഉഷ എന്ന പേരുള്ളതായിട്ടുള്ള കന്യയുണ്ടായിരുന്നു. അവള് സ്വപ്നെ പ്രാദ്യുമ്നിന രതിം അലബദ. സ്വപ്നെ, അവളൊരു സ്വപ്നത്തിൽ പ്രാദ്യുമ്നി എന്ന് പറഞ്ഞാൽ പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധൻ, അനിരുദ്ധനുമായിട്ട്
രതിം അലപത, രതിയെ ലഭിച്ചു. ആ ഒരു എന്താ പറയുക, ഭാര്യാഭർത്തൃ അല്ലെങ്കിൽ കാമുകന്മാർ തമ്മിലുണ്ടാകുന്ന ആ ഒരു ശൃംഗാര രസം, ആ ഒരു സുഖം അനുഭവിച്ചു. അതാണ് സ്വപ്നേ രതിം അലപത. അപ്പോൾ പ്രാദ്യുമ്ന എന്നാണ്, പ്രദ്യുമ്ന പുത്രനോട് കൂടിയിട്ട്. അവൻ എങ്ങനെയുള്ളവനാണ്? കാന്തേന എന്നും പറഞ്ഞത്, കാന്തൻ ഭർത്താവിനെ പോലെ. അപ്പോൾ പ്രാദ്യുമ്നിയാകുന്ന കാന്തനുമായിട്ട് അവൾക്ക് രതിയുണ്ടായി. എപ്പോൾ? സ്വപ്നെ. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? പ്രാഗ് അദൃഷ്ടശ്രുതേന. പ്രാക്ക് എന്ന് പറഞ്ഞാൽ മുമ്പേ, അദൃഷ്ടം കാണാത്തവൻ. അവിടെ അദൃഷ്ടം എന്നുള്ളത് അശ്രുതം എന്നും അർത്ഥത്തിൽ എടുക്കണം. അദൃഷ്ടശ്രുതം എന്ന് പറഞ്ഞാൽ അദൃഷ്ടം അശ്രുതം ച, മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാളുമായിട്ട്. അത് പ്രാദ്യുമ്നി എന്ന് പറഞ്ഞത് കവിയാണ്. ആര് പറഞ്ഞു? ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു. അവൾക്കറിയില്ല അത് പ്രാദ്യുമ്നിയാണെന്നൊന്നും. പ്രദ്യുമ്നപുത്രനായ അനിരുദ്ധനുമായിട്ട് മുമ്പ് അവൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ആരാണെന്നൊന്നും അറിയില്ല. ഒരു സുന്ദര പുരുഷനുമായിട്ട് അവൾക്ക് രതി ഉണ്ടായി. ഈശ്വരേച്ഛ എന്നർത്ഥം. സാ തത്ര തം അപശ്യന്തി ക്വാസി കാന്തേ ദിവാദിനി സഖീനാം മധ്യേ ഉത്തസ്ഥൗ വിഹ്വലാ വ്രീഡിതാ വൃശം. സാ തത്ര തം അപശ്യന്തി ക്വാസി കാന്തേ ദിവാദിനി സഖീനാം മധ്യ ഉത്തസ്ഥൗ വിഹ്വലാ വ്രീഡിതാ വൃശം. സാ അവൾ, ആരാ? ഉഷ. തത്ര തം അപശ്യന്തി, പിന്നീട് സ്വപ്നമായിരുന്നല്ലോ. സ്വപ്നത്തിൽ ആളെ കാണാതെയായി, അഥവാ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് എങ്ങനെ ഉണർന്നപ്പോ ചുറ്റും കാണാനില്ല. അങ്ങനെ കാണാതായിട്ട് അപശ്യന്തി അവൾ എന്ത് ചെയ്തു? കാന്ത ക്വാസി, ക്വാസി എന്ന് പറഞ്ഞാൽ ക്വഅസി, നീ എവിടെയാകുന്നു കാന്ത പ്രിയതമാ. ഇതിവാദിനി, ഇങ്ങനെ പറയുന്നവളായിക്കൊണ്ട്, വൃശം വിഹ്വല, അത്യന്തം വിഹ്വലയായിട്ട്, പരവശയായിട്ട്, വ്രീഡിത, ലജ്ജയോടുകൂടിയവളുമായിട്ട്, സഖീനാം മധ്യേ ഉത്തസ്ഥൗ, മറ്റ് സഖികളൊക്കെ ചുറ്റും കിടക്കുന്നുണ്ട് എന്നാ. അവരുടെ മധ്യത്തിൽ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ട് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ഉത്തസ്ഥ, ഉത്ഥാനം ചെയ്തു. വിഹ്വലയും വ്രീഡിതയുമായി ക്വാസി കാന്ത, ക്വാസി കാന്ത, ക്വാസി കാന്ത, കാന്ത നീ എവിടെ പോയി, നീ എവിടെയാണ് എന്നിങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് സ്വപ്നത്തിൽ നിന്നവൾ ചാടി എഴുന്നേറ്റത്, വല്ലാത്ത പരവശ്യത്തോടു കൂടിയിട്ട്. ബാണസ്യ മന്ത്രി കുംഭാണ്ഡ ചിത്രലേഖാ ച തൽസുത സഖി അപൃച്ഛത് സഖീം ഊഷാം കൗതൂഹല സമന്വിതാം. ബാണസ്യ മന്ത്രി കുംഭാണ്ഡ ചിത്രലേഖാ ച തൽസുതാം സഖ്യപൃച്ഛത് സഖീം ഊഷാം കൗതൂഹല സമന്വിതാം. അപ്പൊ ബാണസ്യ മന്ത്രി കുംഭാണ്ഡ, ബാണന്റെ പ്രധാനമന്ത്രിയാണ് കുംഭാണ്ഡൻ എന്ന് പറയുന്ന ഒരു ശക്തനായിട്ടുള്ള ഒരാളാണ്, അസുരനാണ്. ആ കുംഭാണ്ഡ, അദ്ദേഹത്തിന്റെ തൽസുത ചിത്രലേഖ സഖി. തൽസുത, ആ കുംഭാണ്ഡന്റെ സുതയാണ്, പുത്രിയാണ് ചിത്രലേഖ എന്ന് പറയുന്ന ഇവളുടെ സഖി. ആരുടെ സഖി? നമ്മുടെ ഉഷയുടെ സഖി, കഥാനായികയുടെ സഖി. അവൾ എന്ത് ചെയ്തു? ചിത്രലേഖയാകുന്ന സഖി കൗതൂഹല സമന്വിത, വളരെ കൗതൂഹലത്തോടു കൂടിയവളായിട്ട് സഖീമൂഷാമപൃച്ഛത്ത്, തന്റെ കൂട്ടുകാരിയായ സഖിയായ ഉഷയോട് പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. ഉഷയുടെ അടുത്ത് ഈ ചിത്രലേഖ ചോദ്യം ചെയ്യുകയാണ്. കം ത്വം മൃഗയസേ സുഭ്രൂഹു കീദൃശസ്തേ മനോരഥഃ ഹസ്തഗ്രാഹം ന തേദ്യാപി രാജപുത്രി ഉപലക്ഷയേ. കം ത്വം മൃഗയസേ സുഭ്രൂഹു കീദൃശസ്തേ മനോരഥഃ ഹസ്തഗ്രാഹം ന തേദ്യാപി രാജപുത്രി ഉപലക്ഷയേ. ഹേ സുബ്രൂ, അല്ലയോ നല്ല സുന്ദരി, നല്ല പുരികക്കൊടികളോടുകൂടിയ സുന്ദരി ഉഷയെ, രാജപുത്രി, രാജകുമാരി, അദ്യാപി തേ ഹസ്തഗ്രാഹം ന ഉപലക്ഷയേ ത്വം കം മൃഗയസേ. അദ്യാപി, ഇന്ന് വരെയും തേ ഹസ്തഗ്രാഹം ന ഉപലക്ഷയെ, നിന്റെ കൈ പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ നീ അവിവാഹിതയാണല്ലോ.
നിന്നെ അച്ഛൻ ആർക്കും വിവാഹം കഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ, നീ ആരുടെയും കൈപിടിച്ചിട്ടില്ലല്ലോ എന്ന് താല്പര്യം. അപ്പോ അവിവാഹിതയായിട്ടുള്ള നീ കം മൃഗയസേ, കം എന്ന് പറഞ്ഞാൽ ആരെ, മൃഗയസേ തെരയുന്നു, മാർഗണം ചെയ്യുന്നു. നീ ആരെയാണ് തെരയുന്നത്? തേ മനോരഥ കീദൃശ, നിന്റെ മനോരഥം, നിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എപ്രകാരമുള്ളതാണ്? നീ എന്തിനാ അയാളുടെ പുറകെ പോകുന്നത്? നീ ഇതുവരെ വിവാഹിതയല്ലല്ലോ. അപ്പൊ നീ ആരെയാ തിരയുന്നത്? എന്താണ് നീ ആഗ്രഹിക്കുന്നത്? എന്നോട് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഉഷ മറുപടി പറഞ്ഞു. ഊഷോവാച ദൃഷ്ട കശ്ചിന്നര സ്വപ്നേ ശ്യാമഃ കമലലോചനഃ പീതവാസാ ബൃഹദ്ബാഹുഃ യോഷിതാം ഹൃദയംഗമഃ. ഊഷോവാച ദൃഷ്ടഃ കശ്ചിന്നര സ്വപ്നേ ശ്യാമഃ കമലലോചനഃ പീതവാസാ ബൃഹദ്ബാഹുഃ യോഷിതാം ഹൃദയംഗമഃ. ഉഷ ഉവാച, ഉഷ പറയുകയാണ്, സ്വപ്നേ കശ്ചിന്നരഃ ദൃഷ്ടഃ, എന്റെ സ്വപ്നത്തിൽ ഏതോ ഒരു പുരുഷൻ കാണപ്പെട്ടു. കശ്ചിന്നരഃ ദൃഷ്ടഃ, എങ്ങനെയുള്ള നരഃ? ശ്യാമഃ, ശ്യാമവർണ്ണമുള്ളവനാണ്. കമലലോചനഃ, നല്ല താമര കണ്ണനാണ്. അപ്പൊ കൃഷ്ണനെ പോലെ തന്നെയാണ് പൗത്രനും. ശ്യാമവർണ്ണം, കമലലോചനം. പീതവാസ, മഞ്ഞപ്പട്ടാണ് ഉടുത്തിട്ടുള്ളത്. മുത്തശ്ശന്റെ അതേപോലെ തന്നെ പേരക്കുട്ടിയും മഞ്ഞപ്പട്ടാണ്. ബൃഹദ്ബാഹുഹു, വലിയ കൈകളോടുകൂടിയവനാണ്, കൈക്കരുത്തുള്ളവനാണ്, നല്ല ക്ഷത്രിയനാണ് എന്നർത്ഥം. ബൃഹദ്ബാഹുഹു യോഷിതാം ഹൃദയംഗമഃ, യോഷിത്തുകൾക്ക്, സ്ത്രീകൾക്കെല്ലാം ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ്. ഏതൊരു സ്ത്രീ കണ്ടാലും കൊതിച്ചു പോകും എന്നർത്ഥം. എല്ലാവരുടെ ഹൃദയത്തിലും സ്ഥാനം പിടിക്കാൻ പെട്ടെന്ന് കഴിവുള്ളവനായിട്ടുള്ള, വളരെ സുന്ദരനായിട്ടുള്ള ഒരു പുരുഷനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ശ്യാമനും കമലലോചനും പീതവാസസ്സും ബൃഹദ്ബാഹുവുമായിട്ട്. തമഹം മൃഗയേ കാന്തം പായയിത്വാദരം മധു ക്വാപി യാതഃ സ്പൃഹയതീം ക്ഷിപ്ത്വാ മാം ഋജിനാർണവേ. തമഹം മൃഗയേ കാന്തം പായയിത്വാധരം മധു ക്വാപി യാതഃ സ്പൃഹയതീം ക്ഷിപ്ത്വാ മാം ഋജിനാർണവേ. തം അഹം മൃഗയേ കാന്തം, തം കാന്തം അഹം മൃഗയേ, ആ കാന്തനെയാണ്, ആ മനോഹരനായിട്ടുള്ള, ആകർഷണീയനായിട്ടുള്ള സുന്ദരനെയാണ് ഞാനിപ്പോൾ തിരയുന്നത്. അഹം മൃഗയെ, ഞാൻ മാർഗണം ചെയ്യുന്നത്. ആദരം മധുപായയിത്വാ സ്പൃഹയതീം മാ വൃജിനാർണവേ ക്ഷിപ്ത്വാ ക്വാപി യാതഃ. ആദരം മധുപായയിത്വ, ആദരം മധു, അധരത്തെ സംബന്ധിച്ചത് ആദരം. അപ്പോ വേറെ ഏതെങ്കിലും മധുവല്ല എന്നർത്ഥം. ഏതെങ്കിലും തേൻ കുടിപ്പിച്ചിട്ടോ മദ്യം കുടിപ്പിച്ചിട്ടോ ആള് കടന്നു കളഞ്ഞു എന്നല്ല. ആദരം മധു, അദ്ദേഹത്തിന്റെ അധരത്തിൽ നിന്നൊഴുകുന്ന മധുവിനെ, അഥവാ ചുണ്ടിന്റെ രുചിയെ, മാധുര്യത്തെ, തേനിനെ എനിക്ക് കുടിപ്പിച്ചിട്ട് പായയിത്വ, അതിനുവേണ്ടി വീണ്ടും കൊതിക്കുന്നവളായ എന്നെ, സ്പൃഹയതീ മാം, ഇനിയും ഇനിയും വേണമെന്ന് കൊതിക്കുന്നവളായ എന്നെ, വൃജിനാർണവേക്ഷിത്വ, ദുഃഖ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്, എന്നെ ത്യജിച്ചിട്ട്, ക്വാപി യാതഃ, എവിടേക്കോ പോയി കളഞ്ഞു. എവിടെയാ പോയെന്നൊന്നും എനിക്കറിയില്ല, ആള് കടന്നു കളഞ്ഞു. അപ്പൊ എനിക്ക് അധരാസവം പാനം ചെയ്യിച്ച് എനിക്ക് തൃപ്തി വരാതിരിക്കുമ്പോഴാണ് ആള് ഉറക്കത്തിൽ, സ്വപ്നത്തിൽ എന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞത്. അതെന്നെ ദുഃഖാർണവത്തിലാക്കി. എനിക്ക് മതിയായില്ല, തൃപ്തിയായില്ല. മാത്രമല്ല, ഇതുപോലൊരു പുരുഷൻ ഇനിയും എനിക്ക് കണ്ടുകിട്ടുമോ എന്നറിയില്ല. അദ്ദേഹത്തെ തന്നെ എനിക്ക് വേണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ വൃജിനാർണവത്തിലായിപ്പോയി. തമഹം മൃഗയേ കാന്തം പായയിത്വാദരം മധു ക്വാപി യാതഃ സ്പൃഹയതീം ക്ഷിപ്ത്വാ മാം വൃജിനാർണവേ. അതിന് ചിത്രലേഖ മറുപടി കൊടുക്കുന്നു. ആ ചിത്രലേഖ ചിത്രം ലേഖനം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. നീ കണ്ട മനുഷ്യൻ, നീ കണ്ട ആ യുവാവ്, നീ കാന്തൻ എന്ന് കരുതുന്നവൻ,
ആരാണെന്ന് നീ പറഞ്ഞു തരണം. 3 ലോകത്തിലുള്ള ആളുകളുടെയും ചിത്രം ഞാൻ വരയ്ക്കാം. അതിൽ നിന്ന് നീ ഇന്ന ആളാണെന്ന് പറഞ്ഞു തന്നാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അദ്ദേഹത്തെ നിന്റെ അടുത്ത് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത് ചിത്രം വരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ കഥ നമുക്ക് വൈകുന്നേരം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം ഇവിടെ ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാവും. ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. മഴയൊക്കെ നോക്കിയിട്ടേ പോകും. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.